സാധനം വെച്ചാ കാണത്തില്ല. എന്തോ ചേച്ചി തപ്പുന്നേ? എന്റെ ഒരു പാന്റ് ഉണ്ടായിരുന്നു, ഒരു വെള്ളം, അത് കാണുന്നില്ല. ചേച്ചി ഞാൻ ആക്ച്വലി ആ കാര്യം പറയാനാ വന്നേ. നീ ഉണ്ടെന്നാ? ഞാൻ എടുത്ത് അലക്കിയിട്ടുണ്ട്. നീ എന്താ തലക്കിട്ടത്? അതിന് ഞാൻ ഒരു ദിവസം അറിയാണ്ടെങ്കിൽ ധൃതിയിൽ എടുത്തിട്ടുണ്ട് പോയി. ഞാൻ ഓർത്തില്ല ചേച്ചിയുടെ പാൻറ്റാന്ന്. അത് സാരല്ല, നീ എടുത്തിട്ട് വരൂ. ചേച്ചി ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? ഞാൻ ഈ ഡ്രസ്സെല്ലാം കൂടെ ഒരുമിച്ചാണ് അലക്കിയിട്ടത്. അപ്പൊ ഏതിന്നോ ഇച്ചിരി കളർ ആ പാൻറ്റിലൊന്ന് പറ്റി. പാന്റ് നശിപ്പിച്ച്? ചെറുതായിട്ട് ഇച്ചിരി ഉണ്ട്. നീ മനഃപൂർവ്വം ചെയ്തല്ലേടി? ഞാൻ എന്തിനാ ചേച്ചി മനഃപൂർവ്വം ചെയ്യുന്നേ? എന്റെ പാന്റ് ചേരുന്നത് നീ ഇതിലെടുത്തിട്ട് പോയത്? ചേച്ചി അപ്പൊ എനിക്ക് മനസ്സിലായില്ല, പിന്നീട് എനിക്ക് മനസ്സിലായി ചേച്ചിയുടെ പാൻറ് ധൃതിയിലായിരുന്നു ചേച്ചി, അതുകൊണ്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട പാന്റ് എത്ര പാന്റ് തരാം നിനക്ക്? അതിന് മാത്രം കോഴിച്ചൊന്ന പാൻറ് ഇല്ല കേട്ടാ. എടുത്തോണ്ട് പോയത് പറഞ്ഞത് കുറ്റം പറഞ്ഞു. എടി എന്നോട് ചോദിക്കാതെ എന്റെ സാധനം എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അറിയോ? ക്വാളിറ്റിയില്ലാത്ത പാൻറ്റിനെയും ക്വാളിറ്റിയില്ലാത്ത തന്നെ ഞാൻ പറയും. ഞാൻ സത്യമായിട്ട് തന്നെ പറയത്തുള്ളൂ. ചേച്ചി ഒരു പാന്റിന്റെ പ്രശ്നം ഇത്രയും ഓവറാക്കല്ലേട്ടാ. ആണോ? ഞാൻ തിരിച്ചു തരും. എന്തോന്ന് പ്രശ്നം? രാവിലെ തന്നെ തുടങ്ങിയ ഈ നേരം വെളുത്ത് എണീക്കുന്നത് അടി വെക്കാൻ വേണ്ടിട്ടാണോ? ഇവളെന്റെ പാന്റ് എടുത്തിട്ട് പോയി, അതെന്റെ ഇഷ്ടപ്പെട്ട പാന്റ്. കൊച്ചിന്റെ പേര് എന്തിനാ അവക്ക്? അറിയാണ്ട് എടുത്തിട്ടുണ്ട് പോയത്. എന്റെ കഷ്ടകാലത്ത് ഞാൻ കൊണ്ടുപോയതാണ്. എന്റെ അറിയാണ്ടൊന്നും അല്ല, നീ മനഃപൂർവ്വം എടുത്തിട്ട് പോയതാ. ഞാൻ എന്തിനും എടുത്തോണ്ട് പോകുന്നേ? അതെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ എടുത്തിട്ട് പോയത്. ഇഷ്ടപ്പെട്ട പാന്റ് കൂറ പാന്റ് പറഞ്ഞ ഇടിച്ച് കണ്ടാമ്മ. ഇതെന്തോന്ന് കാണിക്കണ ഗുണ്ടായിസോ ഇത്? എന്റെ നേരത്തെ കൈവച്ചാ 2 പ്രാവശ്യം കൈവെക്കോടി. നീ എന്തോന്നതിയാ ഇങ്ങനെ? നീലമ്മന്റെ ഇഷ്ടപ്പെട്ട പാന്റായിരുന്നു നീലമ്മ. ഇവിടെ എന്തിനാ എടുത്തിട്ട് പോയി നശിപ്പിച്ചത്? അവൾ അറിയാതെ അടിക്ക്, അവൾ അറിയാതെ എടുത്താണെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ വിട്. വിടാൻ പറ്റത്തില്ല, എനിക്ക് എന്റെ പാന്റ് വേണം. ഇയാളുടെ പാന്റ് ചീത്തയായി ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂ? മര്യാദ തിരിച്ചു തന്നോ പഴയ പോലെ? ചീത്തായി പോയ പാന്റ് എങ്ങനെ പഴയ പോലെ തിരിച്ചേരണേ? ഇച്ചിരി കളർ ഇളകിയാൽ മതി, എല്ലാം കൂടി ഒരുമിച്ചിട്ട് അലക്കി കൊടുക്കാൻ. നിന്നെ ഇടതല്ല, നിനക്ക് ശ്രദ്ധിച്ചൂടെ? നിന്റെ പാന്റ് നിനക്ക് അറിഞ്ഞൂടെ? ധൃതിയിൽ എടുത്തിട്ടുണ്ട് പോയതാണ്, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. എനിക്ക് എന്റെ പാന്റ് വേണം. കൊച്ചിന് ഞാൻ പുതിയൊരു പാന്റ് വാങ്ങി തരാം. പറ്റത്തില്ല നീലും, എനിക്ക് എന്റെ പാന്റ് തന്നെ വേണം. ഇയാളോടല്ലേ പറഞ്ഞ പാന്റ് ചീത്തയായി പോയി. നീ മിണ്ടരുത്. അമ്മയുടെ മുഖത്ത് മീശയിരിക്കണമ്മ. ആരാണെങ്കിലും ഇപ്പൊ തുടച്ചേളാ. ഇപ്പൊ അങ്ങനെ തുടക്കുന്നില്ല. ആരാ ഇത് വരച്ചെന്ന് വെച്ചാ അവരെ കൊണ്ടേ ഞാൻ ഇത് തുടപ്പിക്കത്തുള്ളൂ. ഈശ്വരാ, അതിപ്പത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളെ കാണുന്നിടം വരെ ഇത് വെച്ചോണ്ടിരിക്കണ്ടേ? ഞാൻ അമ്മ ഇതിപ്പോ തുടച്ചേളാമ്മ. ഇല്ലെന്നേ, തുടക്കുന്നില്ലെന്നേ. നീയൊക്കെ കിണിച്ചോണ്ട് നിന്നോ. ആരാ വരച്ചത്? പാറുവാണോ? പാറു പാവമ്മ. ദേ അമ്മയുടെ സ്വഭാവം അറിയാലോ. ആരാണെങ്കിലും സമ്മതിച്ചോ, ആരെങ്കിലും മുതു നോക്കി അടിക്കും. കാര്യമായിട്ട് പറഞ്ഞതാ. भोली सी सूरत आंखों में मस्ती ला 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 हाय हाय ला 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 हाय हाय हा हा हा. എന്റെ ഫോൺ എവിടെയും കാണാനില്ലെന്ന്. ഓഫീസിൽ 100 കോൾ വന്നിട്ടുണ്ട്, എവിടെ നോക്കിയും കാണില്ല. എവിടെയെങ്കിലും കണ്ടാ? ഫോണ് കണ്ടാന്ന്. ഫോണാ? അവിടെ നോക്കിയാ? മൊത്തം നോക്കി. അതിനോട് ചോദിച്ചൂടെ ഫോൺ കണ്ടായില്ലെന്ന്? ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ബെസ്റ്റ്. ഓഫീസിൽ നിന്ന് എത്ര ഫോൺ വന്നിട്ടോ? നീ ഒന്ന് പറയണ്ട എന്നാ എടുത്തിട്ട് വരികയാണെങ്കിൽ. വന്ന് ചോദിച്ചാലല്ലേ എനിക്ക് അറിയാൻ പറ്റും ഫോൺ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഫോണില്ലാതെ എങ്ങനെയാ ഞാൻ ഇരിക്കണെന്ന്? ഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഫോണൊക്കെ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഫോൺ സംസാരിക്കാം, അത് എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓഫീസ് അവിടെ എന്തും ആവട്ടെ, ആരെവിടെ വിളിച്ചോ. എന്തൊരു കട്ടോണായ്മ. ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ഒരു ലേഡിയല്ലേ CEO ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഫോൺ കൊടുത്തൊരു കുട്ടികളെ പോലെ. ഹലോ, ഞാൻ വലിയ പൊസിഷൻ ആണെന്നും CEO ആണെന്നൊക്കെ എനിക്കറിയാം. ആ ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, എനിക്കുണ്ടല്ല ബോധം. ഇപ്പൊ എന്ത് പ്രശ്നം? എനിക്ക് ഫോൺ ഇതാ ഞാൻ തരാന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫോൺ തരുള്ളൂ. ഇപ്പൊ കാര്യം എനിക്ക് പിടി കിട്ടി. എന്ത് വൈകിയല്ലേ പ്രശ്നം? അപ്പൊ എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി വിടാതെ അറിയാല്ലേ. എന്നിട്ട് വലിയ അഭിനയം. ഈ വൈകാന്ന് പറയുമ്പോ എന്തൊരു ഇതാണ്. ആ പ്രചോദന ഫോൺ വരുമ്പോ ഇങ്ങനൊന്നും അല്ലല്ലോ. ഹലോ പ്രചോദ്, വൈക വിളിക്കപ്പെടോ. ഹലോ വൈക, പറയൂ. ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, എല്ലാരും കാണുന്നുണ്ട്. എന്ത് വൃത്തിയോടാണ് പറയണെന്ന്. ഇത് കൊള്ളാം, നിങ്ങൾക്ക് വൃത്തിയോട് കാണിക്കാവോ? ഞാൻ പറഞ്ഞാണ് കുറ്റം. എന്നാ അവളെ പറഞ്ഞു വിട്. അയ്യടാ, ഞാനിപ്പോ അങ്ങനെ അവളെ പറഞ്ഞു വിടുന്നില്ല. അവളെ പറഞ്ഞു വിടാതിരിക്കാൻ 2 കാരണങ്ങൾ. എന്ത് കാരണങ്ങള്? ഒന്ന്, അവൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും.
2 എന്റെ കുടുംബക്കാർ മൊത്തം ഓഫീസിലേക്ക് കുത്തി നടത്തുന്നല്ലേ നിങ്ങൾ പറയണത്. അതിന് മറുപടിയായിട്ട് നിങ്ങളുടെ കുറച്ച് ആൾക്കാർ ഓഫീസിൽ വേണം, എന്നാലേ എനിക്ക് പലതും പറയാൻ പറ്റുള്ളൂ. ഇത് മഹാവൃത്തിയോടാണ് കേട്ടാ. എന്നൊരു കാര്യം ചെയ്യും, അവളെ നിന്റെ അണ്ടറിലേക്ക് അയക്കോ. സൗകര്യമില്ല, നിങ്ങളുടെ അണ്ടറിൽ മതി അവള്. എനിക്ക് അവളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. പിന്നെ എന്റെ അണ്ടറിൽ ദേശം മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ആ ഫോൺ തന്നു പ്രചോദനം ഞാൻ വിളിച്ചട്ടെ. ഫോൺ ഇന്നാ, പക്ഷെ എന്റെ മുന്നിൽ നിന്ന് വിളിക്കണം. ഓക്കെ ആണെങ്കിൽ മാത്രം ഫോൺ തരാം. ഒരു കാര്യം ചെയ്യും, പറയും ആ ഫോൺ നീ വെക്കി, നീ എന്നെ സംസാരിച്ചോ. വൈക വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നീ എന്നൊക്കെ പറഞ്ഞോ. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ നീ തന്നെ തീരുമാനം എടുത്തോ. ഇല്ലെങ്കിൽ നീ ആ ഫോൺ പിടിച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നു. ഇതെന്തോന്ന് പാട്. ഇതെന്തോന്ന് ഫോൺ വേണ്ടേ?